അപ്പോൾ തുടങ്ങാം. എൻ്റെ അമ്മേ എന്നൊരു മനുഷ്യൻ കരയുന്നതിന് തത്തുല്യമായ രീതിയിൽ ഒരു കോഴി കരയുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന എൻ്റെ ഗ്രാൻഡ് മദർ മമ്മി. പുള്ളിക്കാരി ഒരു വശത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളോട് അവൻ്റെ കളി. പുള്ളിക്കാരുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിക്കാരി പറയും ROSAMMA, റോസമ്മ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അതായത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് മമ്മി പതുക്കെ ഈ റോബിൻ്റെ മുറി നോക്കുമ്പോൾ നല്ലൊരു കുപ്പി ഇരിക്കുന്നു, മദ്യമൊക്കെ ആയിട്ട് ഇന്നസെൻ്റ് പ്രാർത്ഥിക്കുന്ന പോലെ, ദൈവമേ എന്നെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്താതെ ഇവനെയൊക്കെ കൊണ്ടുപോകൂടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തുടങ്ങാം. കുറേ കാലം മുമ്പ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ അപ്പൻ്റെ അമ്മയും ഒന്നിച്ച് നിൽക്കുന്ന സമയം. എൻ്റെ അപ്പൻ്റെ അമ്മയെ എല്ലാവരും മമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പം അടുക്കളയുടെ തൊട്ടടുത്ത് ഇവർ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ കുറച്ച് അരി ഉണക്കാൻ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് വെച്ചതിന് ശേഷം തിരിച്ചു വന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി ഈ പരിസരത്തൂടെയൊക്കെ നമ്മുടെ കോഴികൾ നടക്കുന്നുണ്ട്, അതുങ്ങൾ വല്ലതും വന്ന് ഈ അരി കൊത്തി തിന്നാൻ നോക്കുകയാണെങ്കിൽ അതിനെ എന്തെങ്കിലും ചെറിയ കല്ല് വല്ലതും എടുത്തൊന്ന് ഓടിച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളിക്കാരി ഏറ്റു എന്ന് പറഞ്ഞു വെച്ച് പുള്ളിക്കാരി നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എൻ്റെ അമ്മ അകത്തേക്കും പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് നിന്നൊരു ഒച്ച. എൻ്റെ അമ്മേ എന്നൊരു മനുഷ്യൻ കരയുന്നതിന് തത്തുല്യമായ രീതിയിൽ ഒരു കോഴി കരയുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ഉടനെ തന്നെ എൻ്റെ അമ്മ ഓടി പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന എൻ്റെ ഗ്രാൻഡ് മദർ മമ്മി. പുള്ളിക്കാരി ഒരു വശത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളോട് അവൻ്റെ കളി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ചപ്പുറത്ത് മാറിയിട്ട് പറമ്പിൻ്റെ കയ്യാലയുടെ സൈഡിൽ ഒരു കോഴി ഇതായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. പുള്ളിക്കാരി എന്താണെന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ കോഴിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇത് ഈ കയ്യാലയിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല, ഇതിന് മുമ്പോട്ടോ പിമ്പിലോട്ടോ പോകാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ അമ്മ മമ്മിയോട് ചോദിച്ചു, എന്താ മമ്മി കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു, അതെ ഞാനിവിടെ നോക്കി വന്നപ്പോഴത്തേക്കും ആ കോഴി വന്നിട്ട് ഇത് കുത്തി തിന്നാൻ വേണ്ടി നോക്കി, ഞാൻ വിടുവോ 2 കല്ലെടുത്ത് ഒറ്റ അങ്ങോട്ട് പറഞ്ഞു, അത് കൊണ്ടേച്ച് പോയതാ, ഇനി മേലെ കൊത്തി തിന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എന്നാലും അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്ന, ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളുമായിരുന്നല്ലോ, എന്നാലും ഈ കോഴി എന്താ ഇങ്ങനെ അനങ്ങാതെ ഒരറ്റത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, അതിനെ അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അതെന്താ കാര്യമെന്ന് ഭയങ്കര സർപ്രൈസ് ആയിട്ട് എൻ്റെ അമ്മ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി കൈ നിവർത്തി 2 കല്ല് കാണിച്ചു. പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെ 2 ചെറിയ കല്ലുകളാണ് എറിഞ്ഞത്. പക്ഷേ എറിഞ്ഞത് 3/4 ഇഞ്ചിൻ്റെ 2 മെറ്റലാണെന്നേ ഉള്ളൂ. അതിലൊരേ ഏറ് കൊണ്ടത് കോഴിയുടെ നെഞ്ചത്തും മറ്റേത് കൊണ്ട കഴുത്തിനുമാണ്. അനങ്ങാൻ മേലാതെ ഈ കോഴി നിൽക്കുകയാണ്. അതിനുശേഷം കോഴിയെ കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ ആടിയാണ് കോഴിക്ക് ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നത്. ഇത് കണ്ടതോടെ എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. പുള്ളിക്കാരി പറഞ്ഞു, നമ്മളിവിടെ വളർത്തുന്ന കോഴിയല്ലേ, മുട്ടയിടുന്ന കോഴിയല്ലേ, അതിനെ ഇങ്ങനെ എറിയാൻ പാടുണ്ടോ, എന്താണിതെന്നെല്ലാം പറഞ്ഞ് പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി. പുള്ളിക്കാരി കയറിപ്പോയ പുറകെ തന്നെ മമ്മി കയറി വന്നു, അയ്യോ മോക്ക് വിഷമമായോ, അത് കോഴി കൊത്തി തിന്നാൻ വന്നുകൊണ്ട് ഞാൻ ഓടിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മ അതേ ഇത് തന്നെ, എന്നാലും കോഴി അങ്ങനെ എറിയാൻ പാടില്ലായിരുന്നു, അതിനി നടക്കാൻ പോലും പറ്റില്ല, അതിനിപ്പോൾ എന്ത് വേദന ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു, ഓ മോടെ വിഷമം അതാണോ, കോഴിക്ക് ഇനിയിപ്പോൾ എങ്ങനെ മുമ്പിലേക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണോ മോളുടെ വിഷമം, പേടിക്കണ്ട, അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പതുക്കെ ഇറങ്ങിപ്പോയി. ഇപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരു ചെറിയ ആശ്വാസമുണ്ട്. ഏതായാലും പ്രായമുള്ള സ്ത്രീയാണല്ലോ, പുള്ളിക്കാരിക്ക് വല്ല നാട്ടുമരുന്നോ പച്ചമരുന്നോ അങ്ങനത്തെ വല്ല സാധനം അറിയായിരിക്കും, അതുവല്ലം പിഴിഞ്ഞ് ഇതിൻ്റെ കഴുത്തിൽ വല്ലതും തേച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുമായിരിക്കും, ശരിയായിക്കോളുമായിരിക്കും എന്ന് വിചാരിച്ച് പുള്ളിക്കാരി വീടിനകത്തെ വേറെ ജോലികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നേരത്തെ കേട്ട കോഴിയുടെ അലർച്ചയുടെ ഒരു 2 ഇരട്ടി ഒച്ചയിൽ ഒരു അലർച്ചയും കൂടെ കേട്ടു. പുള്ളിക്കാരി ഓടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി കാണുന്ന മമ്മി വീടിനകത്തേക്ക് പതുക്കെ കയറി വരുന്നതാണ്. ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരി കയറി വരുന്നത്. കയറി വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ഇനിയൊന്നും പേടിക്കാനില്ല, ഇനി അതിന് ഒരു തരത്തിലുള്ള വേദന ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആശ്വാസമായി. എന്നിരുന്നാലും പുള്ളിക്കാരി ചോദിച്ചു, പക്ഷേ കോഴി എന്തോ ഭയങ്കരമായിട്ട് പിന്നെ ഒച്ച വയ്ക്കുന്ന കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അതായത് കോഴിയാകട്ടെ എന്തെങ്കിലും പക്ഷിയാകട്ടെ, ഇതുങ്ങളുടെ കഴുത്തിന് ഏറ് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെടും. അതായത് പറക്കുന്ന പക്ഷിയാണെങ്കിൽ അതിന് നേരെ പറക്കാൻ പറ്റില്ല, കഴുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് പറക്കാൻ പറ്റാതെ എവിടെയെങ്കിലും പോയി ഇടിക്കും. അതുപോലെ തന്നെയാണ് കോഴിയുടെ അവസ്ഥ. ഇനി അതിനൊരു റിവൈവൽ ഇല്ല. ഇനി അത് ജീവിക്കുകയാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ അത് ഹാൻഡിക്യാപ്പായിട്ട് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കേണ്ട ഇത് വരും. അത് കണ്ടിരിക്കാൻ മോക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് പിടിച്ച് അതിൻ്റെ കഴുത്തെ പിടിച്ച് ഞെരിച്ചിട്ട് അതിനെ അങ്ങ് തീർത്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കൈയുടെ പുറകിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കോഴിയെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിച്ചു. ഇതും കൂടെ കണ്ടോടെ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. ഇത് എന്ത് പണിയാണ് മമ്മി കാണിച്ചതെന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് പുള്ളിക്കാരി ഒച്ചയെല്ലാം വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മമ്മിക്ക് ചെറിയൊരു കുറ്റബോധം അടിച്ചു. ഓ ഇനി ഇത് ശരിയായില്ലേ, ഇങ്ങനെ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഏതായാലും അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരി പറഞ്ഞു, ഇതേ സാധാരണ ബ്രോയിലർ കോഴി പോലെയൊന്നുമല്ല, നാടൻ കോഴിയാ, കറി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാണല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞ് ഇത് കേട്ടിട്ട് വലിയ മറുപടിയൊന്നും പറയാതെ എൻ്റെ അമ്മ ദേഷ്യപ്പെട്ട അകത്തേക്ക് തന്നെ കയറിപ്പോയി. ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നാടൻ കോഴിയാണ്, കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞ് ഈ മമ്മിയാണെങ്കിൽ ശരിക്കും വെജിറ്റേറിയനാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഡോളി അമ്മാമയെ കുറിച്ച് ഒരു ഗ്ലിംസ് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഇൻട്രോ ആയിട്ട് പറയാൻ തോന്നുന്ന സംഭവം ഇതാണ്. സത്യത്തിൽ ഞാൻ അല്പം ADHD ട്രെയ്റ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എൻ്റെ അത്ര ഒരു വെകിളി സ്വഭാവമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ
കൊച്ചുമോൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഈ ഗ്രാൻഡ് ചിൽഡ്രൻ എല്ലാവർക്കും ഒരു അത്യാവശ്യം തോന്നിവാസ സ്വഭാവം എല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളത് റിസർച്ച് ചെയ്ത് പോകുമ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ഈ ഗ്രാൻഡ് മദറിലാണ്. ശരിക്കും പുള്ളിക്കാരുടെ പേര് മുതലേ വിചിത്രമാണ്. സത്യത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പുള്ളി ഒരു കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പോകുന്ന സമയത്ത് പലരും വന്ന് വളരെ റെസ്പെക്റ്റോടെ പുള്ളിയോട് സംസാരിക്കുന്ന സമയത്ത് പതുക്കെ പുള്ളിക്കാരിയോടും ചോദിക്കും, അപ്പോൾ ചേട്ടത്തി എന്താ പഠിച്ചത്, ചേട്ടത്തിയുടെ പേരെന്താ എന്നൊക്കെയുള്ള ഒരു സെൽഫ് ഇൻട്രോയ്ക്ക് വേണ്ടി ചേട്ടത്തിയോട് ചോദിക്കും. അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് മദറിനോട് ചോദിക്കും. അപ്പോൾ പുള്ളിക്കാരി മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഈ ചോദ്യത്തിന് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണ് മറുപടി പറയുന്നത്. അവൾ ഡബിൾ അമ്മയാണ് എന്ന് പുള്ളി പറയും. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്കെല്ലാം വല്ലാത്ത റെസ്പെക്റ്റ് ആണ്. അതായത് ആ കാലത്ത് സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതേ ഒരു ഡബിൾ എമ്മേക്കാരി നിൽക്കുന്നു. പക്ഷേ ഇതിനകത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എമ്മ പുള്ളിക്കാരുടെ പേരിലാണ്. പുള്ളിക്കാരുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിക്കാരി പറയും ROSA റോസമ്മ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അപ്പോൾ അതിലെ ഈ ഡബിൾ എമ്മ വെച്ചിട്ടാണ് പുള്ളിക്കാരിയുടെ ഐഡൻറ്റിറ്റി ആയിട്ട് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ നിങ്ങൾ ഈ അടുത്തിറങ്ങിയ ബാലൻ സിനിമയെ കണ്ടില്ലേ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു അല്പം ചങ്കൂറ്റമൊക്കെ ഉള്ളൊരു ചേട്ടത്തി, അതുപോലത്തെ ചേട്ടത്തിയായിരുന്നു പുള്ളിക്കാരിയെ ഞാനൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് നല്ല പ്രായമുണ്ട്. പക്ഷേ അപ്പോൾ പോലും ബാക്കിയുള്ള പുള്ളിക്കാരിയുടെ മക്കളെക്കാളിലും ഈവൻ കൊച്ചുമക്കളെക്കാളിലും സ്റ്റാമിനയും ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു പുള്ളിക്കാരി. എനിവേസ് വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകേണ്ട. പുള്ളിക്കാരുടെ ഒരു കഥയും കൂടെ തൽക്കാലം ഈ വീഡിയോയ്ക്കകത്ത് പറയാം. ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു കസിൻ്റെ വീട്, ഈ കസിൻ്റെ പേര് റോബിൻ എന്നാണ്. ഇവൻ്റെ വീടിൻ്റെ അകത്ത് നിന്ന് ഭയങ്കരനൊരു ഒച്ച കേൾക്കുകയാണ്. ഇവൻ ഒച്ച വെച്ചിട്ട് പതുക്കെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പെട്ടെന്ന് വീടിൻ്റെ വാതിക്കെ കൂടെ ഒരു ചേട്ടൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്നാ റോബിനെ രാവിലെ തന്നെ ഭയങ്കര ബഹളമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ മറുപടി ഇങ്ങനെ കൃത്യമായിട്ട് പറയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവർ മറ്റേ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ നീ ചോദിച്ചപ്പോഴത്തേക്കും ദയനീയ മുഖവുമായിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ അവൻ്റെ വീടിൻ്റെ വാതിക്കെ ഇരിക്കുന്നു. അപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി രാവിലെ തന്നെ കൊച്ചുമാനും പുള്ളിക്കാരിയുമായിട്ട് ഉടക്കിയതാണെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി വന്നിട്ട് ചോദിച്ചു, എന്നാ റോബിനെ പ്രശ്നം എന്നാന്ന് ചോദിക്കുമ്പോൾ റോബിൻ്റെ കയ്യിൽ ഒരു കുപ്പി ഇരിപ്പുണ്ട്. അവൻ ആ കുപ്പി എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചു. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ പോകുമ്പോൾ പറഞ്ഞു, മര്യാദയ്ക്ക് രാവിലെ ഞാൻ കിടന്നുറങ്ങുകയാണ്, എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് മമ്മി പറയുക മമ്മിക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, എൻ്റെ റോബിനെ നമ്മുടെ ഈ നാട്ടിലെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെയുള്ള ചേട്ടത്തിമാരൊക്കെ രണ്ടെണ്ണം അടിക്കുമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മമ്മിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ അത് നീ എന്തിനാ ഇത്ര ഒച്ച വെക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ചേട്ടാ അത് ശരിയാണ്, മമ്മി രണ്ടെണ്ണം അടിക്കുമെന്ന് എനിക്കറിയാം. ആര് കുപ്പി പൊട്ടിച്ചാലും മമ്മി പോയി ഗ്ലാസ്സുമായിട്ട് എന്നിട്ട് എനിക്ക് പറഞ്ഞു ഒഴിക്കുമെന്ന് പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കുടിക്കുന്ന വ്യക്തിയല്ല. ഞാൻ എൻ്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നിട്ട് കുപ്പിക്കകത്ത് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണിത്. ഇത് കണ്ടിട്ടാണ് പുള്ളിക്കാരി ഒരെണ്ണം ഒഴിച്ചു തരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് മമ്മി പതുക്കെ ഈ റോബിൻ്റെ മുറി നോക്കുമ്പോൾ നല്ലൊരു കുപ്പി ഇരിക്കുന്നു, മദ്യമൊക്കെ ആയിട്ടിരിക്കുന്നു. പുള്ളിക്കാരി അത് മദ്യമാണെന്ന് വിചാരിച്ച് വെളുപ്പിനെ 6:30 ഒരെണ്ണം ഒഴിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടന്ന ഇവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഒരു 75 വയസ്സ്, ഇവൻ ഒരു 25 വയസ്സും കാണും. പക്ഷേ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോട്ടയം വരെ നടക്കുന്ന സമയത്ത് മമ്മി വേണേൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം വരെ 2 പ്രാവശ്യം നടന്നിട്ട് തിരിച്ചു വരും. അത്രയും വേണ്ടി ഇവർ തമ്മിലുള്ള സ്റ്റാമിന ഡിഫറൻസ്. അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ട് ഇവൻ ഈ പുള്ളിയുടെ അടുത്ത് വീണ്ടും പറയുകയാണ്, അല്ലേ തന്നെ മമ്മിയെ പിടിച്ചാൽ കിട്ടില്ല, ഇനി രാവിലെ പെട്രോളും കൂടെ എടുത്ത് കുടിച്ചിട്ട് വേണം മമ്മിയെ അടുത്ത ജില്ലയിൽ പോയി ഇനി പിടിച്ചോണ്ട് വരാൻ. അപ്പോഴും മമ്മി നിഷ്കളങ്കമായിട്ട് വീടിൻ്റെ വാതിക്കെ ഇരിക്കുകയാണ്. കാരണം ആ സമയമായപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ശകലം കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വിചാരിക്കുന്നത് കൊച്ചുമോ എന്ന് പറയുന്നത് എണ്ടി എവിടുന്നോ നല്ലൊരു കുപ്പിയും മേടിച്ചുകൊണ്ട് വന്നേച്ച് നമ്മളൊരു ചെറുതി ചോദിച്ചപ്പോൾ അവന് തരാൻ പറ്റില്ല. എന്നിട്ട് അവൻ ഒച്ചയും ബഹളവും വെക്കുകയാണ്. ഇന്നസെന്റ് പ്രാർത്ഥിക്കുന്ന പോലെ, ദൈവമേ എന്നെ ഇവിടിട്ട് കഷ്ടപ്പെടുത്താതെ ഇവനെയൊക്കെ കൊണ്ടുപോകൂടെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി വീടിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത്. ഇനിയും മുമ്പിലോട്ട് ആലോചിക്കുകയാണെങ്കിൽ നിന്ന നിമിഷത്തിൽ അപ്രത്യക്ഷമായത് മുതൽ ഇല്ലാത്ത ആളിനെ തട്ടിക്കളഞ്ഞത് വരെയുള്ള സംഭവങ്ങൾ പുള്ളിക്കാരുടെ ക്രെഡിറ്റിൽ എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു തീർക്കുന്നില്ല. ഡബിൾ എമ്മയുടെ ബാക്കി കഥകൾ ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ സൈനിങ് ഓഫ്.